ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ സെപ്റ്റംബർ 2024 പേപ്പർ 3 ടൈം വാല്യൂ ക്വസ്റ്റ്യൻസ് ആണ്. സോ അറൗണ്ട് 14 മാർക്സിൻ്റെ വെയിറ്റേജുള്ള ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സസ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും റെക്കോർഡായിട്ടും അതേപോലെ യൂട്യൂബ് വീഡിയോ ആയിട്ടും നമ്മൾ ഓൾറെഡി ഫുൾ ക്ലാസ്സിൻ്റെ വീഡിയോ യൂട്യൂബിൽ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെ കണ്ട ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഞാൻ ക്ലാസ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറഞ്ഞു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതെന്നും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിന് അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. സോ കംപ്ലീറ്റ് കവറേജ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേ നമുക്കത് തന്നെയാണ് കിട്ടുന്നത്. സോ ഇപ്രാവശ്യം എന്തൊക്കെയാണോ എക്സാമിന് ചോദിച്ചത് അതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ എല്ലാവരും റെഡി അല്ലേ? യെസ് മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. സോ ഞാൻ സെപ്റ്റംബർ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം വാല്യൂ ഓഫ് മണി മാത്രം. യെസ് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, the value of a machine depreciate every year at the rate of 10% per annum. സോ ഒരു മെഷീൻ്റെ വാല്യൂ 10% എന്ന രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തു പോവുകയാണ്. on its value, so at the beginning of that year, if the present value of the machine is 72,900, then machines were 3 years ago was. സോ ഇവർ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്നുള്ള വാല്യൂ ആണ് 72,900. പണ്ട് 3 വർഷം മുമ്പേ എത്രയായിരുന്നു വാല്യൂ എന്നാണ് ചോദിച്ചത്. ശ്രദ്ധിച്ചോ കേട്ടോ. സോ മുമ്പത്തെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പി ഇൻറ്റു 1+i ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു എമൗണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഡിപ്രിസിയേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി ഇൻറ്റു 1 - d റേസ് ടു n ഇസ് ഈക്വൽ ടു എമൗണ്ട് എന്ന രീതിയിലല്ലേ വരണ്ടേ. അപ്പോൾ എത്രയോ വാല്യൂ മുമ്പ് ഉണ്ടായിരുന്നു. സോ വി ഡോണ്ട് നോ 3 ഇയേഴ്സ് ബാക്ക് ഇത്രയായിരുന്നു വാല്യൂ. അവിടെ നിന്ന് 1 - 0.1 റേസ് ടു 3 ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടണം അല്ലേ. സോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ആണ്. സോ ഉദ്ദേശിക്കുന്നത് ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ട് എത്രയിലോട്ടേക്കാണ് വന്നത് വാല്യൂ? 72,900 വന്നേ. സോ ഇവിടെ എത്രയിലോട്ട് എത്തിയിട്ടുണ്ട്? 72,900 എത്തിയിട്ടുണ്ട്. സോ പി ഇൻറ്റു 0.9 റേസ് ടു 3 അടിച്ചു കഴിഞ്ഞാൽ 72,900 കിട്ടും. സോ നിങ്ങൾക്ക് ഇത് നാച്ചുറലി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ല. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 72,900 ഡിവൈഡ് ബൈ 0.9 റേസ് ടു 3. സോ ആൻസർ ഈസ് 1 lakh. ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 0.9 ആദ്യം കാൽക്കുലേറ്റർ അടിക്കുക, ഇൻറ്റു ഈക്വൽ അടിച്ച് പോവുക. സോ ഒരു വാല്യൂ കിട്ടുമല്ലോ. എന്നിട്ട് അതിനെ m+ അടിച്ച് സേവ് ചെയ്യാം. സോ 72,900 ഡിവൈഡ് ബൈ MRC അടിച്ച് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ മക്കളെ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ തന്നെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. നിങ്ങൾ 1 lakh എന്ന് 3 പ്രാവശ്യം 10% കുറച്ച് വെക്ക്. 10% 10% 10% എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം കുറച്ച് വെക്ക്. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? 72,900 ആയിരിക്കും. അതല്ലെങ്കിൽ മക്കളെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 72,900 അല്ലേ ഉണ്ടായിരുന്നേ. സോ ഡിവൈഡ് ബൈ 90% അടിച്ച് കഴിഞ്ഞാൽ 1 വർഷം മുമ്പത്തെ വാല്യൂ കിട്ടും. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്രയായിരിക്കും? 81,000 ആയിരിക്കും. പിന്നെ ഒരു 90% കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? യെസ് 1 more year അല്ലേ, 90,000. പിന്നെ ഒരു 90% കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 lakh. ക്ലിയർ അല്ലേ? സോ 3 വർഷത്തേക്ക് ബാക്കിലോട്ട് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 1 lakh തന്നെ കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1+i ഹോൾ റേസ് ടു n - 1 എന്ന് ചെയ്താൽ മതി. ഇവിടെ പ്രിൻസിപ്പൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെൻ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് 50,000? അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നോ ഇല്ലയോ മാറ്റർ അല്ല. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? യെസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിൽ ജസ്റ്റ് പി മാറ്റി 1+i ഹോൾ റേസ് ടു n ചെയ്യാനാണ് പറഞ്ഞത്. 1+i ഹോൾ റേസ് ടു n - 1 ചെയ്യാനല്ലേ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6% തന്നിട്ടുണ്ട്, ഹാഫ് ഇയർലി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 + 0.6 ഡിവൈഡഡ് ബൈ സോ ഹാഫ് ഇയർലി ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 അടിക്കുക. ഹോൾ റേസ് ടു 2 - 1. സോ ഇങ്ങനെ വരിക. മനസ്സിലായോ? യെസ്. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ യു വിൽ ഗെറ്റ് 1.03² -1. സോ ആൻസർ ഈസ് 0.609 അല്ലേ, 0.0609 എന്ന് കിട്ടും. അത് പെർസെൻറ്റേജ് ഫോമിലോട്ട് മാറ്റും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6.09% എന്ന് കിട്ടും. സെറ്റാണോ? അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. K wants to accumulate 4,91,300 in her savings account after 3 years. സോ ഒരാൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് 4,91,300 ഉണ്ടാക്കണം. ആണോ?
3 വർഷം കഴിഞ്ഞിട്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫേർഡ് ബൈ ദ ബാങ്ക് ഈസ് 6/1/4. എടാ 6/1/4 എന്ന് പറഞ്ഞാൽ 6.25% ആണ്. ആനുവൽ കോമ്പൗണ്ടിങ് ആ. എത്ര എമൗണ്ട് ഷുഡ് ഷീ ഇൻവെസ്റ്റ് ടുഡേ ടു അച്ചീവ് ഹർ ടാർഗറ്റ് എമൗണ്ട്? എടാ ഇന്ന് എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താലാണ് 6.25% വെച്ച് 3 വർഷം കിട്ടുമ്പോൾ ഇയാൾക്ക് 4,91,300 അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാമെന്നാണ് ചോദിച്ചത്. എടാ നിങ്ങൾ ഇന്ന് എക്സ് ആണെങ്കിൽ 3 വർഷം എന്ത് ചെയ്യണം? 6.25% വെച്ചിട്ട് 3 വർഷം ആഡ് ചെയ്യുമ്പോൾ അല്ലേ, 6.25% 3 വർഷം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 4,91,300 കിട്ടണ്ടേ? ക്ലിയർ ആണോ? എടാ ഇത് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തൂടെ? നിങ്ങൾ ഇതൊന്ന് ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയേ. 4,09,600 ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പ്ലസ് 6.25% പ്ലസ് 6.25% പ്ലസ് 6.25% 3 പ്രാവശ്യം ചെയ്ത് നോക്ക്. ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? 4,09,600 വെച്ച് ചെയ്യുമ്പോൾ 4,91,300. എടാ പ്രിൻസിപ്പൾ ഇന്ന് എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സോ ഇൻറ്റു 1+i അല്ലേ, 1+i എന്ന് പറയുമ്പോൾ 1.0625 റേസ് ടു n. n എത്രയാണ് വരുന്നത്? സോ n ഇസ് ഈക്വൽ ടു ഇവിടെ 3. യെസ്, ക്ലിയർ ആണോ? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു 4,91,300. സോ ഇവിടെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. 1.0625 അടിക്കുക, ഇൻറ്റു കാൽക്കുലേറ്റർ അടിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റർ സൈഡിൽ എന്താ പറയുക 3 കിട്ടുമ്പോൾ കിട്ടുന്നത് സ്ക്വയർ ആയിരിക്കും. 4 വരുമ്പോഴാണ് നമ്മൾ എടുക്കുക അല്ലേ? സോ സൈഡിൽ 4 വരുമ്പോൾ എന്താണ് ഉള്ളത്? അതായിരിക്കും 1.0625ൻ്റെ റേസ് ടു 3യുടെ വാല്യൂ. എന്നിട്ട് അത് എന്ത് ചെയ്യാം? m+ അടിച്ച് സേവ് ചെയ്യാം. ദെൻ നിങ്ങൾ 4,91,000 അടിക്കുക, ഡിവൈഡഡ് ബൈ ആ സേവ് ചെയ്ത സാധനം എടുക്കുക, MRC ഈക്വൽ ടു അടിക്കുക. സോ ആൻസർ ഈസ് 4,91,300. സെറ്റാണോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, the sum required to earn a monthly interest of 1,200 at 18% per annum simple interest. മക്കളെ ശ്രദ്ധിച്ചോ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് 18% per annum സിമ്പിൾ ഇൻട്രസ്റ്റിൽ മന്ത്ലി എത്ര കിട്ടണം? 1,200 കിട്ടണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പറ, ഒരു വർഷം എത്ര കിട്ടണം? എടാ 1,200 ഒരു മാസം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര കിട്ടണം? ഇൻറ്റു 12 അടിച്ച് കഴിഞ്ഞാൽ 14,400 കിട്ടണ്ടേ? യെസ്. സോ ഇത് ഡിവൈഡഡ് ബൈ, എടാ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും അല്ലേ? പ്രിൻസിപ്പിൾ കിട്ടൂലേ? ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ കിട്ടും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ നോക്കാം, 14,400 ഡിവൈഡഡ് ബൈ 18%. സോ എത്ര കിട്ടി? 80,000 കിട്ടിയില്ല മക്കളെ. ക്ലിയർ ആണോ? യെസ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 80,000 മുകളിൽ 18% അടിക്കുക, എന്ത് കിട്ടും? 14,400 കിട്ടില്ലേ ഒരു വർഷം? യെസ്. അപ്പോൾ ഒരു മാസത്തേക്ക് ഡിവൈഡ് ബൈ 12 അടിക്കുമ്പോൾ 1,200 കിട്ടൂലേ? ക്ലിയർ ആണോ? ഓക്കെ. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The compound interest on 40,000 at 12% per annum compounded quarterly for 6 months is. Okay, so ശ്രദ്ധിച്ചോ, compound interest on 40,000 okay at 12% per annum compounded quarterly for 6 months. See, 40,000 രൂപയ്ക്കല്ലേ പറഞ്ഞത്? സോ 12% per annum എന്നാണ് പറഞ്ഞത്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ഫോർ 6 months, വെറും 6 മാസത്തേക്ക് ചെയ്യുന്നുള്ളൂ. എടാ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, 12% per annum അല്ലേ? യെസ്. സോ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഓരോ ക്വാർട്ടറിലും എത്ര % വെച്ച് വരും? ജസ്റ്റ് 3% അല്ലേ? യെസ്. അപ്പോൾ 6 മാസത്തേക്കെന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം 3% ആഡ് ചെയ്താൽ പോരെ? യെസ്, സിമ്പിളാണ് മക്കളെ. എന്ത് ചെയ്താൽ മതി? 40,000 കൂടെ നിങ്ങൾ ആദ്യത്തെ 3 മാസത്തിൽ 3% കൂടി, പിന്നത്തെ 3 മാസത്തിൽ 3% കൂടി. അപ്പോൾ നിങ്ങൾ 40,000 കൂടെ പ്ലസ് 3%, ഓക്കെ, എഗെയിൻ പ്ലസ് 3% ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 4,2,436 ആണ്. ദാറ്റ് മീൻസ് 2,436 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണോ? 2,436 ആണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. സി ഇതിപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മക്കളെ, നോക്കിക്കോ എങ്ങനെയാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇക്വേഷൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ 40,000 ഉണ്ട്, ഓക്കെ, ഇൻറ്റു 1+i എടുക്കുന്ന സമയത്ത് എന്ത് എടുക്കണം? യെസ്, 0.12 എടുക്കുക, ക്വാർട്ടറിലെ ആൻഡ് ഡിവൈഡ് ബൈ 4 അടിക്കുക അല്ലേ? എന്നിട്ട് ഹാഫ് ഇയർ ആണ്, അതുകൊണ്ട് ഹാഫ് ഇയറിലേക്കുള്ള 4 ടൈംസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 4, സോ 2 ടൈംസാണ് വരുന്നത്. മനസ്സിലായോ? ശ്രദ്ധിച്ചോ, നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. 40,000 ഇൻറ്റു അല്ലേ 1+0.12 ബൈ, സോ എത്രയാണ്? ബൈ 4 അല്ലേ? യെസ്. എത്ര ഇയറിലേക്കാണ്? ഹാഫ് ഇയറിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ടൈമാണ് വരുന്നത്. സോ ഇയർ എത്രയാണെന്ന് നോക്കുക, ഹാഫ് ഇയർ. എന്നിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ്
4. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 42,436 ആണ്, വിച്ച് ഈസ് ദ എമൗണ്ട് അല്ലേ. സോ ദെർഫോർ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ആ ഡിഫറൻസ് ആയിരിക്കും, സോ വിച്ച് ഈസ് 2436. ക്ലിയർ? ഓക്കെ, ഡൺ. വെരി ഗുഡ്. യെസ്, ഇത് ഈസി ആണല്ലേ. സോ നമ്മൾ ഇപ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. യെസ്, നെക്സ്റ്റ്. At a certain rate of interest per annum, the difference between the compound interest and simple interest on 3 lakh for 2 years is 480. എടാ മക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. 2 ഇയേഴ്സിലേക്കാണെങ്കിൽ എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? പി ഐ സ്കോർ അല്ലേ. യെസ്, സോ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മക്കളെ. നോക്കുക, ദ ഡിഫറൻസ് ഈസ് 480 അല്ലേ. പി ഐ സ്കോർ ഈസ് ഈക്വൽ ടു 480. സോ നോക്കുക, ഡിഫറൻസ് ഈസ് 480. ദെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് ചോദിച്ചത്. എടാ 3 ലക്ഷത്തിന് മുകളിലല്ലേ ചോദിച്ചത്. സോ ശ്രദ്ധിച്ചേക്കാം, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പി ഐ സ്ക്വയർ ആണ് ഡിഫറൻസ് അല്ലേ. സോ വിച്ച് ഈസ് ഗിവൺ അറ്റ് 480. സോ ഇവിടെ പി എന്താ? 3 lakh. സോ 3 lakh ഇൻറ്റു ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 480. ക്ലിയർ അല്ലേ. സോ 30,000 അല്ല, 3 lakh. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ യു വിൽ ഗെറ്റ് 480 ബൈ 3 lakh ഈക്വൽ ടു ഐ സ്ക്വയർ അല്ലേ. സോ 480 ഡിവൈഡ് ബൈ 3 lakh അടിക്കാം. യെസ്, എന്നിട്ട് ഐ സ്ക്വയർ അല്ലേ ഇത്. യെസ്, സോ 0.0016 ആണ് എനിക്ക് കിട്ടിയത് അല്ലേ. സോ ഇതിന് സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് 0.04 എന്ന് കിട്ടും. നോക്കാം, 0.04 ഓക്കെ ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ. സോ ഇതിൻ്റെ നിങ്ങൾ റൂട്ട് എടുത്ത് നോക്കിയാൽ മതി. സോ ആൻസർ കിട്ടുന്നത് 4 ആണ്. 4% ആണ് ആൻസർ കിട്ടുന്നത്. സോ ഫൈനൽ ആൻസർ ഈസ് 4%. സെറ്റാണോ? ഓക്കെ. Okay, next question. What is the present value of 1,000 to be received after 2 years compounded annually at 10% per annum interest? അല്ലേ മക്കളെ, നമ്മളിത് പറഞ്ഞാണ്. പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1 + i ഹോൾ റേസ് ടു n എന്ന് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് ഫ്യൂച്ചർ വാല്യൂ? ഫ്യൂച്ചറിലെ വാല്യൂ എത്രയാണ്? 1000 അല്ലേ. ആൻഡ് ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 2 years കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് 10% ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ 1.1 റേസ് ടു എത്ര ഇയേഴ്സാണ്? 2 years. സോ യു വിൽ ഗെറ്റ് 1000 ഡിവൈഡഡ് ബൈ 1.21 എന്ന് അടിക്കുക. സോ ആൻസർ എന്ത് കിട്ടും? 826 കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1000 ഡിവൈഡഡ് ബൈ 1.21 അല്ലേ. സോ 826 ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലേ മക്കളെ. 10% വെച്ച് ചെയ്യുമ്പോൾ 0.909, 0.826, 0.751 എന്ന രീതിയിൽ വരുന്നില്ലേ. യെസ്, അപ്പോൾ ഞാനത് എപ്പോഴും പറയാറുണ്ട്. ക്ലിയർ ആണോ? ഇന്ന് നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് വരുന്ന 1 ലക്ഷത്തിന് ഇന്നത്തെ വാല്യൂ എത്രയാണ്? 0.909. 2 വർഷം കഴിഞ്ഞിട്ട് വരുന്ന 1 രൂപയ്ക്ക് ഇന്നത്തെ വാല്യൂ എത്രയാണ്? 0.909. 2 വർഷം കഴിഞ്ഞിട്ടുള്ള 1 രൂപയ്ക്ക് ഇന്നത്തെ വാല്യൂ 0.826 അങ്ങനെയല്ലേ. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള 1000 രൂപയ്ക്ക് ഇന്നത്തെ വാല്യൂ എത്രയായിരിക്കും? യെസ്, 0.826 ആയിരിക്കും. ക്ലിയർ? ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എക്സ് മേക്സ് എ ഡെപ്പോസിറ്റ് ഓഫ് 12,000 ഇൻ എ ബാങ്ക് വേർ ദ എമൗണ്ട് ഡബിൾസ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 5 years. എടാ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, 5 വർഷം കൊണ്ടാണ് എമൗണ്ട് ഡബിൾ ആവുന്നത്. എടാ സിമ്പിളായിട്ട് കിട്ടും. നമുക്ക് 12,000 അല്ലേ ഉള്ളത്. 5 വർഷം കൊണ്ട് അതെന്താവും? ഡബിൾ ആവും. എന്ന് പറയുമ്പോൾ 5 വർഷം കൊണ്ട് അത് എത്രയിലോട്ട് എത്തും? 24,000 ആവും. അടുത്ത 5 വർഷം കൊണ്ട് അതെന്താവും? ഇതിൻ്റെ ഡബിൾ ആവും, 48,000 ആവും അല്ലേ. അടുത്ത 5 വർഷം കൊണ്ട് ഇത് പിന്നെയും ഡബിൾ ആവും. എത്രയാവും? 96,000 ആവും. പിന്നത്തെ 5 വർഷം കൊണ്ട് എത്രയാവും? 1,92,000 ആവും. സോ 20 വർഷം കൊണ്ട് എത്രയാവും? 1,92,000 ആവും. ക്ലിയർ ആണോ? ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്. Next question. Yes. So മക്കളെ, next question. See, EPS of a company for 5 years is given. Okay. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് CAGR കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എടാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് അല്ലേ. 40 ആണ് 2019 സോ ഇത് പല ഇയറിൽ പല പെർസെൻറ്റേജ് എന്ന രീതിയിലാണ് ഗ്രോത്ത് വന്നത്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40ന്ന് എത്ര ഇയേഴ്സ് ഉണ്ടാവും? 1, 2, 3, 4 വർഷം കൊണ്ടാണ് അത് 90 എത്തിയത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40യുടെ കൂടെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് X% വെച്ചിട്ട് 4 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. സോ ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാവുന്നല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ 40യുടെ കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 40യുടെ കൂടെ ജസ്റ്റ് 23.47% അടിക്കും. യെസ്, പ്ലസ് 23.47%. എഗെയിൻ പ്ലസ് 23.47%. എഗെയിൻ 23 + 4.47%. 4 പ്രാവശ്യം അടിക്കുമ്പോൾ നിങ്ങൾക്ക് 90 കിട്ടിയോ? ഇല്ല, 90നേക്കാളും കുറച്ച് അധികമല്ല പോയേ. ഓക്കെ, ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ.
40യുടെ കൂടെ യെസ് 22.47%. യെസ് ആഡ് 22.47%. യെസ് ആഡ് ടു 22.47%. എഗെയിൻ ആഡ് 22.47%. നമ്മൾ 4 പ്രാവശ്യം 22.47% ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 89.98 കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90. സോ അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 22.47%. ഓക്കെ. See, next question. In an account paying interest at 9% per year, okay, compounded monthly, 200 is invested at the end of each month. What is the future value of this annuity after the 10th payment? Okay, so മക്കളെ നമുക്ക് ആനുറ്റിയുടെ ഇക്വേഷൻ അറിയാം അല്ലേ? സോ എ ബൈ ഐ ഇൻറ്റു യെസ് 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആനുറ്റിയുടെ ഫ്യൂച്ചർ വാല്യൂയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ അല്ലേ? യെസ്, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷനിൽ ജസ്റ്റ് എ ബൈ ഐ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ പോരെ അല്ലേ? കറക്റ്റ്. സോ പിക്ക് പകരം എ ബൈ ഐ ഇട്ടാൽ പോരെ? ശരി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എത്ര മക്കളെ? 200. യെസ്, ഐ എടുക്കുന്ന സമയത്ത് ഇവർ 9% മന്ത്ലി കോമ്പൗണ്ടിങ് പറഞ്ഞത്, അതുകൊണ്ട് യു ഷുഡ് ടേക്ക് ദ 0.09 ഡിവൈഡ് ബൈ മന്ത്ലി ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0.0075 എന്നാണ് അല്ലേ? യെസ്. ആൻഡ് ഇവിടെ 1.0075 കിട്ടും. എത്ര ടൈംസാണ് വരുന്നത്? 10 ടൈംസ് ആണ് വരുന്നത്. മന്ത്ലി ആയതുകൊണ്ട് 10 ടൈംസ് എന്നല്ലേ ചോദിച്ചത്. സോ 10 ആണ് വരുന്നത് -1. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ? സോ കാൽക്കുലേറ്റർ എടുക്കാം. ഇവിടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. എന്താണ്? 1.0775 -1 അടിക്കുക. 1.0775 -1 അടിക്കുക. ഓക്കെ, ഇൻറ്റു 200 ഡിവൈഡ് ബൈ 0.0075 എന്ന് അടിക്കുക. സോ യു വിൽ ഗെറ്റ് ആൻസർ 2066. സെറ്റാണോ? വെരി ഗുഡ്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പെർപെച്യൂറ്റി വിത്ത് ഗ്രോത്ത്. ഇതും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി വിത്ത് ഗ്രോത്ത് എങ്ങനെ അറിയാലോ? എ ബൈ ഐ മൈനസ് ജി ആണ്. സോ ഇവിടെ അവർ പറയുന്നു ദ പെർപെച്യൂറ്റി ഹാസ് എ ക്യാഷ് ഫ്ലോ ഓഫ് 625. ഓക്കെ, ആൻഡ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 8% എന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇഫ് ദ ക്യാഷ് ഫ്ലോ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ റേറ്റ് ഓഫ് 4%, അപ്പോൾ 8% -4%, ഐ മൈനസ് ജി എടുക്കുമ്പോൾ അങ്ങനെ വരും. സോ ആൻസർ വരുമ്പോൾ 625 ഡിവൈഡഡ് ബൈ 4%. സോ എത്രയാണെന്ന് നോക്കാം? 625 ഡിവൈഡ് ബൈ 4%. സോ 15,625 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത, വാട്ട് ഈസ് ദ ആനുവൽ കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു അക്യുമുലേറ്റ് 20 lakh in 10 years for the construction of a new manufacturing plant? Okay, utilizing a sinking fund with an annual interest rate of 6% compound annually, where A10 6 equal to 13.180785. Okay, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. See, what is the annual contribution required by an organization to accumulate 20 lakh in 10 years? Okay, so 10 വർഷം കൊണ്ട് എന്തുണ്ടാക്കണം? 20 lakh ഉണ്ടാക്കണം. ക്ലിയർ അല്ലേ? സോ 10 years കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് എന്ത് വരുന്നത്? accumulate 20 lakh in the 10 years. Okay, for construction of a new manufacturing plant, യൂട്ടിലൈസിങ് എ സിംഗിങ് ഫണ്ട് വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 6%. അപ്പോൾ നമുക്ക് ഒരു 10 years കഴിഞ്ഞിട്ട് 20 lakh വേണം. അപ്പോൾ അതിന് വേണ്ടി ആനുവലി എത്ര വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എടാ, ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? യെസ്. സോ വി നോ ദാറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു ദ 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1 ആണ് അല്ലേ? സോ ഫ്യൂച്ചർ വാല്യൂ ഇവിടെ ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്? 20 lakh എന്ന് തന്നിട്ടുണ്ട്. എ കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ 0.06 അല്ലേ? 0.06. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1 എന്നാണ് പറഞ്ഞത്. 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ദ 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ദ 1.06 റേസ് ടു 10. ഓക്കെ, മൈനസ് 1 അല്ലേ? യെസ്, ഇതാണ് വരുന്നത്. ക്ലിയർ ആണോ? യെസ്. മക്കളെ, ഇവിടെ ഓൾറെഡി അവർ എന്ത് തന്നിട്ടുണ്ട്? 10%ഉം 6 വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 1.06 റേസ് ടു 10 എത്രയാണ് തന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കാം. 1.06 അടിക്കുക, ഇൻറ്റു ഈക്വൽ ടു അടിച്ചുകൊണ്ട് പോവുക. സോ 10 ടൈംസ് ആകുമ്പോഴേക്കും മക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. യെസ്, 1.06 അടിക്കുക. ഓക്കെ, ഇൻറ്റു 4, 5, 6, 7, 8, 9, 10. യെസ്, ഒരു മിനിറ്റ്.
minus 1, okay, divide by 0.06, 14. Okay, so 1 minute. യെസ് കറക്റ്റാണ്. സോ അതായത് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. സേ 20 lakh ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു 1.06 റേസ് ടു 10 മൈനസ് 1/6. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. 1.06 റേസ് ടു 10 എത്രയാണ് വരുന്നത് നോക്കി. 1.06 റേസ് ടു 10 എത്രയാണ് വരുന്നത്? യെസ്, യു വിൽ ഗെറ്റ് 1.79 സംതിങ് വരും. ഓക്കെ, മൈനസ് 1 അടിക്കാം, ഡിവൈഡ് ബൈ 0.06 ഇത് കൊടുത്തോ. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള വാല്യൂ കിട്ടുമല്ലോ മക്കളെ. നോക്കുക, അത് തന്നെയാണ് ഇത് 13.18 അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഇവർ ക്വസ്റ്റ്യനിൽ ആൻസർ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? 20 lakh ഡിവൈഡ് ബൈ 13.18 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് 151,736.03 തന്നെ കിട്ടും മക്കളെ. ഇപ്പുറത്തുള്ള വാല്യൂ ഡിവൈഡ് ബൈ 0.06 അല്ലേ, അതാണ് ഇവർ 13.18 തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ 13.18 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 20 lakh ഡിവൈഡഡ് ബൈ 13.18 ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. Yes. So 2 more questions. നമുക്ക് just check here. An investor intends to purchase a 3-year 10,000 par value bond having a nominal rate of interest 10%. At what price the bond may be purchased now if it matures at par and investor requires a rate of return 14%. ഇത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സെയിം സെയിം ടു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്തത് മക്കളെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടാണ്. ബോണ്ടിന് എത്രയാണ് ഫേസ് വാല്യൂ വരുന്നത്? 1000 rupees. അപ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്? 10%. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നമുക്ക് എത്ര വെച്ചിട്ട് കിട്ടും? 100 രൂപ വെച്ചിട്ട് കിട്ടും. ക്ലിയർ ആണോ? യെസ്. തേർഡ് ഇയർ റിഡംഷൻ നടത്തുന്ന സമയത്ത് ആ ബോണ്ടിൻ്റെ പൈസ എത്ര കിട്ടും? 1000 രൂപ കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. യെസ്. നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുക്കുന്ന സമയത്ത് എന്ത് വെച്ചെടുക്കണം? യെസ്, 1 ഡിവൈഡഡ് ബൈ 1.14 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 100 rupees വെച്ചിട്ടുള്ളതിനെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഇപ്പോൾ നമുക്ക് 1 ഡിവൈഡ് ബൈ 1.14 അടിക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0.877. ഓക്കെ, സോ ഒന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.769. ഒന്നും കൂടി ചെയ്താൽ 0.674 കിട്ടും. ഇവിടെ 0.674. നിങ്ങൾ ഇത് മൂന്നിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് വാല്യൂ 232.16 കിട്ടും. ആൻഡ് ദ ലാസ്റ്റത്തെ 1000ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 674 വരും. സോ ഏകദേശം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 907 അറൗണ്ട് ആൻസർ കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. സോ സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ്. ബോണ്ട് വാല്യൂഷൻ ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, യെസ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ടൈം വാല്യൂയുടെ 13 ക്വസ്റ്റ്യൻ 13 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. ഒരു ഡൗട്ടും ഇല്ലല്ലോ മക്കളെ. വെരി ഗുഡ്. നെക്സ്റ്റ് ദ 52. എ ലോൺ ഓഫ് 16,550. ലോൺ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബോറോയിങ് പ്രസൻറ്റ് വാല്യൂ ആണ് അല്ലേ. ഈസ് ടു ബി പെയ്ഡ് ഇൻ 3 equal installments at compound interest. The value of annual installment if the rate of interest is 10% per annum എന്നാണ് ചോദിച്ചത് മക്കളെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അല്ലേ. യെസ്. സോ നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി വി എ എഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിമ്പിൾ ആണല്ലോ. യെസ്. സോ പി വി എത്ര തന്നിട്ടുണ്ട്? 16,550 അല്ലേ. 16,550 ഇസ് ഈക്വൽ ടു, ഒരു മിനിറ്റ്, യെസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 16,550 പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു, ഇവിടെ നമുക്ക് ചെയ്യാൻ അറിയാലോ. യെസ്. സോ ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ട കാൽക്കുലേറ്ററിൽ? യെസ്. സോ കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, ആദ്യം 1 ഡിവൈഡഡ് ബൈ 1.1 അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.909 കിട്ടിയോ? യെസ്. പിന്നെ ഒന്നും കൂടി അടിക്കുക. 0.826 കിട്ടിയോ? ഒന്നും കൂടി അടിക്കുക. 0.751 കിട്ടിയോ? ഡിഫറൻസ് എത്ര വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ഡിഫറൻസ്. സോ ദാറ്റ് 3 years ആയതുകൊണ്ട് ചോദിക്കുമ്പോൾ സൈഡിൽ എത്ര വരണം? 5 വരണം. എന്നിട്ട് ജി ടി അടിക്കുക. യെസ്, ജി ടി അടിക്കുമ്പോൾ 2.486 കിട്ടിയോ? യെസ്. സോ ആ 2.486 അല്ലേ ഇവിടെ വരുന്നത്? 2.486 അല്ലേ ഇവിടെ വരുന്നത്? യെസ്. സോ നിങ്ങൾ 16,550 ഏതാ? 16,550 ഡിവൈഡ് ബൈ 2.486 അടിച്ചു നോക്ക്. സോ യു വിൽ ഗെറ്റ് ആൻസർ 6,655 റേഞ്ചിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. സോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി എക്സാം ചോദിച്ചാൽ 14 മാർക്ക് നിങ്ങൾക്ക്
3 ദിവസത്തെ അല്ലെങ്കിൽ 2.5 ദിവസത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്, അതേപോലെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിലാണെങ്കിൽ ഏകദേശം ഒരു 10 ഹവേഴ്സിൻ്റെ ക്ലാസ് ആണ്. ആ 10 ഹവേഴ്സിൻ്റെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ എക്സാമിന് നിങ്ങൾക്ക് സ്കോർ കിട്ടട്ടെ. ഇനി ജനുവരിയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഓൾറെഡി ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈം വാല്യൂ ഓഫ് മണിയുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അത് നോക്കാം. ഓക്കെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? സോ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.